ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കിണർ ക്ലീനിങ് ആണ്. കിണറിൽ ഇറങ്ങാതെ തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതാണ്. ഇറങ്ങേണ്ട എന്ന് മാത്രമല്ല, ഓക്സിജനെ പേടിക്കുകയും വേണ്ട. ഇത് ആമസോൺ മഴക്കാടുകളല്ല. തൊട്ടി പോലും താഴേക്ക് ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇനി എന്തു ചെയ്യും? ചെറിയൊരു ട്രിക്ക് ഇതാ കണ്ടോളൂ. ഒരു ഉളിയാണിത്. ഒരു തലക്കൽ ഉളി, മറുതലക്കൽ 2 ആണി, നല്ല നീളമുള്ള 4 ഇഞ്ചിൻ്റെ ആണിയാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. കണ്ടു നോക്കൂ. ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഉളി കൊണ്ട് കുത്തിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യാൻ മോനുമുണ്ട്. വീട്ടുജോലികളിൽ മക്കളെ കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ സഹായം നമുക്ക് തേടാവുന്നതാണ്. മോൻ്റെ പേര് അദ്വിക് എന്നാണ്. ഞാൻ ഉളി കൊണ്ട് കട്ട് ചെയ്ത ചെടികൾ അവൻ എടുത്ത് മാറ്റുന്നതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പാറം എന്ന് പറയും. ഇതൊരു ചെടിയല്ല, അത് ശരിക്കൊരു മരം തന്നെയാണ്. പിന്നെയുള്ളത് ടാറ്റു ചെടിയാണ്. അതിന് കൃത്യമായിട്ടുള്ള പേര് അറിയില്ല. അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇടണേ. നമ്മളെല്ലാം കുട്ടിക്കാലങ്ങളിൽ കൈത്തണ്ടയിൽ വെച്ചിട്ട് ടാറ്റു അടിക്കുന്ന പ്രകൃതിദത്തമായ ടാറ്റു ആണേ, അല്ലേ ഫ്രണ്ട്സ്? ടാറ്റു ആണെങ്കിലും ഇതൊരു ശല്യക്കാരൻ തന്നെ. അതിനെ എഴുതി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ആണി അടിക്കുന്നത്. ആണിയിൽ കുടുക്കി തിരിച്ചെടുത്തിട്ടാണ് ഇവനെ നമ്മൾ പറിച്ചു മാറ്റുന്നത്. അതിൻ്റെ വേര് നാര് പോലെ ആയിരിക്കും. അപ്പോൾ അത് ചുരുട്ടിയെടുക്കുമ്പോൾ അത് മൊത്തമായിട്ട് ഈ ആണിയിൽ പിടിക്കാനും എളുപ്പത്തിൽ വൃത്തിയാകാനും സഹായിക്കും. അത് കണ്ടു നോക്കൂ നിങ്ങൾ. ഇതാ കണ്ടില്ലേ? സിമ്പിളാണിത്, ആർക്കും ചെയ്യാവുന്നതാണ്. ഉണ്ടോ? ക്ലീനായി വരുന്നത് കണ്ടില്ലേ? അതിങ്ങനെ തിരിച്ചെടുത്താൽ മതി. അതിൻ്റെ നേരത്തെ പറഞ്ഞ ആ നാര് പോലുള്ള വേരുകൾ ഇതിൽ തിരിഞ്ഞ് പിടിച്ച് വന്നത് കണ്ടില്ലേ? അത് ഒഴിവാക്കി വീണ്ടും നമ്മൾ അതുപോലെ തന്നെ തിരിച്ചെടുക്കുകയാണ്. ഗ്രില്ല് ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ പ്രയാസമാണ്. ഗ്രില്ലിൻ്റെ കഥ വളരെ രസകരമാണ് ഫ്രണ്ട്സ്. പൂച്ച ശല്യം ഭീകരമാണ്. നിരന്തരം പൂച്ചക്കുട്ടികളും കിണറ്റിൽ വീണ് ഒരു തവണ വീണാൽ കിണർ മൊത്തത്തിൽ വെള്ളം ഒഴിവാക്കി പിന്നെയും അത് തന്നെ അവസ്ഥ. ഒരിക്കൽ എന്നല്ല, 3 or 4 തവണ പൂച്ച വീണപ്പോൾ പിന്നെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് ഗ്രില്ലിട്ടത്. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, ഗ്രില്ലിട്ടിട്ടും ഒരിക്കൽ പൂച്ച വീണു. 1 അല്ല 2, ചെറുതല്ല, 2 വലിയ കാടൻ പൂച്ചകൾ. എന്താ ചെയ്യുക അല്ലേ? അതും ഓണത്തിൻ്റെ അന്ന് 2 കാടൻ പൂച്ചകൾ. അവറ്റകൾ ആദ്യമേ വീടിൻ്റെ ചുറ്റും നടന്ന് പൊരിഞ്ഞ കടിപിടി. ഡോറടയ്ക്കുന്നതൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ ഇത് കിണറ്റിൻ്റെ മുകളിലായി അടികൂടൽ. ആദ്യം 1 or 2 പ്രാവശ്യം കിണറ്റിൻ്റെ മുകളിൽ കയറി, എന്നിട്ടും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ആ ശ്രദ്ധിക്കാത്തതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ, ഈ ഡോറ് തുറന്ന് കിടന്നതിൻ്റെ ഉള്ളിൽ കൂടി 2 പൂച്ചകളും കിണറ്റിൽ വീണു. സമാധാനം അല്ലേ? എന്താ ചെയ്യുക?
പൂച്ച വീണു. കുറേ കയറിട്ട് കഴുത്തിൽ കയറിട്ട് ഒന്നിനെ പൊക്കിയെടുത്ത്. കഴുത്തിൽ ആ കയറും കൊണ്ട് പൂച്ച ശരവേഗത്തിൽ എങ്ങോ ഓടിപ്പോയി. ഒന്ന് യാതൊരു കാരണവശാലും കയറിൽ കുടുങ്ങുന്നില്ല. പിന്നെ ഒരു രക്ഷയില്ല. എന്തു ചെയ്യും? അത് ഒറ്റയ്ക്ക് തന്നെ കയറി വന്നു, അതും പിറ്റേന്ന്. പൂച്ചയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പൂച്ചയെ എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പൂച്ച കയറി വരും, താനേ കയറി വരും. കഥ പറയുന്നതിനിടയ്ക്ക് നമ്മൾ കിണർ വൃത്തിയായിട്ടുണ്ട് കാണുന്നില്ലേ. ഇതിൽ അടുത്ത ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഇതിൻ്റെ പൊടിയെല്ലാം വീണ് നാശമായിട്ടുണ്ട്. അത് ക്ലീനിങ് ആണ് നമ്മളിനി ഉദ്ദേശിക്കുന്നത്. ആ ക്ലീൻ ചെയ്യാൻ ഇതൊരു ഐഡിയ ആണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ അധിക പേരും വോൾ ഫാനിൻ്റെ മുന്നിൽ ഈ നെറ്റ് ഒഴിവാക്കാറാണ് പതിവ്. പൊടി ശല്യം കാരണം ഒഴിവാക്കണ്ട, അണ്ണാച്ചിക്കൊന്നും കൊടുക്കണ്ട. അത് നമുക്ക് ഇതുപോലൊരു ഉപകാരമുള്ള വസ്തുവാക്കാം. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വീണാലോ എല്ലാം തന്നെ നമുക്ക് ഇതുപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അത് കണ്ടോ. കണ്ടോ ഇതുപോലെ. ഇത് എന്താണെന്ന് വെച്ചാൽ കിണറിൽ മൊത്തം പൊടി നിറഞ്ഞു കിടക്കുകയല്ലേ. ഇതിനെ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മൾ നെറ്റ് ഇറക്കി അത് മെല്ലെ കോരിയെടുക്കുകയാണ്. ഇതാ നമ്മൾ ഇറക്കി കോരിയെടുക്കുകയാണ്. ഇതാ കണ്ടോളൂ. ഗ്രില്ലിട്ടത് കൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് അരിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. എന്നാലും കുഴപ്പമില്ല. ഇതാ ഇങ്ങനെയാണ് നമ്മൾ. അതാ കണ്ടില്ലേ, വളരെ വൃത്തിയായിട്ട് ചെറിയ പൊടി പോലും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. ഒഴിവാക്കുന്ന വസ്തുക്കൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഉപകാരപ്പെട്ട പല സംഗതികളും ഉണ്ടാക്കാം. നമ്മുടെ കിണർ ആഹാ എത്ര മനോഹരം അല്ലേ ഫ്രണ്ട്സ്. അതെ, നമ്മുടെ കിണർ വൃത്തിയായിരിക്കുന്നു. അതും കിണർ ഇറങ്ങാതെ മറ്റ് വലിയ പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ കിണർ വൃത്തിയായിരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.